ഞാൻ ഇന്ന് പറയാൻ പോകുന്നതേ, ഞാൻ ദൈവതുല്യമായി ആരാധിക്കുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആരാധനാ പുരുഷനാണ് എൻ്റെ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ. ഞാൻ ആ ഗുരുദേവൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും ഗുരുദേവനെക്കുറിച്ച് അറിയുകയും ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എനിക്കുണ്ടായ സന്തോഷം, എനിക്ക് ആ ജാതിയിൽ പിറന്നത് കൊണ്ടുള്ള അഭിമാനവും എനിക്ക് ഭയങ്കരമാണ്. ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ മേക്കപ്പും ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മറയ്ക്കാനുള്ള അവകാശം പോലുമില്ലാത്ത നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു വ്യക്തിയല്ലേ. എന്തോരം പടവെട്ടിയാണല്ലേ ഗുരുദേവൻ സവർണരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ച് നമുക്ക് എന്തോരം സ്വാതന്ത്ര്യങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഗുരുദേവനെ പിന്നീട് ആ രീതിയിൽ ഓർക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഗുരുദേവൻ കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ, വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഒരു ചരിത്ര പുരുഷനായിട്ട് ഇന്നും ഈ പുസ്തകത്താളുകളിൽ ഒതുങ്ങാതെ നിന്നേനെ എന്നാണ് എൻ്റെ വിശ്വാസം. ഗുരുദേവൻ അതിൻ്റേതായ ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു എന്നാ പറയണേ, ഒരു ഡിസംബർ മാസത്തിലെ ഒരു ശിവഗിരി ആഘോഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചതയദിന ആഘോഷമോ ഒന്നും ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. SNDPയുടെ പ്രവർത്തനത്തെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. എങ്കിലും ആ യോഗ പ്രവർത്തനങ്ങൾ ഇച്ചിരോടെ നന്നാക്കി അത് വരും തലമുറയ്ക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഗുരുദേവനെ കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളേ, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള മദ്യ വ്യവസായികളും മദ്യം ഉണ്ടാക്കണവരും തെങ്ങ് ചെത്തനവും പന ചെത്തുന്നതും മൊത്തം ഈഴവ സമുദായക്കാരല്ലേ. നമ്മുടെ ആ ഗുരുദേവൻ പറഞ്ഞതിന് എന്ത് വില കൽപ്പിച്ചിട്ടുണ്ട്. ഗുരുദേവന്റെ വാക്കുകൾ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ തന്നെയായി പോയില്ലേ. അതേപോലെയുണ്ട് സ്ത്രീധനം കൊടുക്കുന്നതിനെ കുറിച്ച്. പെൺകുട്ടികളുടെ കല്യാണം നടത്തുമ്പോൾ അവളെ വരന് കൈപിടിച്ചു കൊടുക്കുക, അവൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ അവളുടെ കല്യാണ ചെലവിനുള്ള തുക ഒരു സമ്പാദ്യമായിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ച് ആ പെൺകുട്ടിയുടെ പേരിൽ കൊടുക്കുക എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അതെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിലല്ലേ വഴക്കുകളും പിണക്കങ്ങളും എല്ലാം നടക്കുന്നത്. എന്തോരം കിട്ടിയാലും പോരാന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണോ എന്ന്. അതേപോലെ 10 പേരെ കല്യാണം വെച്ച് നടത്താൻ ഗുരുദേവൻ പറഞ്ഞതാണ്. 2000 10,000 വരെയായി ഇപ്പോൾ കല്യാണം ഇത്ര ആൾക്കാരെ കൂട്ടുന്നത്. 10 പേരെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ചെറുക്കൻ്റെയും മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും ഒരു ഗുരുവും അതേപോലെ ഒരു 2 സുഹൃത്തുക്കളുമാണ് ഗുരുവിൻ്റെ ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. അതൊക്കെ മാറിയിട്ട് ആഡംബരം കയറി നമ്മൾ എന്തോരം കാശ പൊടിക്കുന്നതല്ലേ. അതേപോലെ വ്യവസായങ്ങൾ ചെയ്യാനാണ് ഗുരു പറഞ്ഞേക്കുന്നത്, അല്ലാണ്ട് പന ചെത്താനോ കള്ളു വ്യവസായം നടത്താനോ അല്ല. വ്യവസായങ്ങൾ ചെയ്ത് നമ്മൾ ഉന്നതിയിലെത്തണം എന്നാണ് ഗുരു പറഞ്ഞത്. താഴേക്കടയിലുള്ളവരോട്, സാധാരണ താഴെ വന്ന അവർണരായുള്ളവരോട് പറഞ്ഞേക്കുന്നത് നമ്മൾ വ്യവസായങ്ങൾ ചെയ്ത് നമ്മൾ നല്ല നിലയിലെത്തണം എന്നാണ് ഗുരു പറഞ്ഞേക്കുന്നത്. എത്ര പേരത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇങ്ങനെ ആ ഗുരുവിൻ്റെയൊക്കെ പാത തുടർന്നായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മൾ കടക്കണിയിലൊന്നും ആവില്ല എന്നേ. അതെനിക്കൊരു ഉറപ്പായ ഒരു ചിന്താഗതി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. എന്നുവെച്ചാൽ ഗുരുവിൻ്റെ ആദർശങ്ങൾ കൂടെ പോകുമായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ആഡംബരങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ ആർഭാടങ്ങൾ കാണിച്ച് നമ്മൾ കടത്തിലൊന്നും അകപ്പെടില്ല. അതേപോലെ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുതെന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ കഴിക്കുന്നുമുണ്ട്. അതുപോട്ടെ, ചത്തത് കഴിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഗുരു. നമുക്ക് ഇത് മനസ്സിലാക്കണമെങ്കിലുണ്ടല്ലോ നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിനൊന്ന് പോകണം, അല്ലെങ്കിൽ ശിവഗിരിയിലൊന്ന് പോകണം. ശിവഗിരിയിലെ ഭിത്തികളിൽ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുരു പറഞ്ഞേക്കണം ഓരോ ആശയങ്ങളും. അധികം ഒന്നും ഗുരുവിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകണ്ട, ആ ഭിത്തികളിൽ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ആൺകുട്ടികൾക്കും അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നാണ് ഗുരു പറഞ്ഞേക്കണം. അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഒന്ന് ഓർത്തു നോക്കി. എന്തൊരു ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാട്. ഇന്നിപ്പം CBSE സ്കൂളുകളും ഒക്കെ വന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കി. ഇന്നത്തെ പിള്ളേർ വിദേശങ്ങളിലേക്കൊക്കെ പറക്കണത് ഒന്ന് ചിന്തിച്ചു നോക്കി. അന്നത്തെ കാലത്ത് ഗുരു ചിന്തിച്ചു വെച്ചേക്കുവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഗുരു പറഞ്ഞേക്കുന്നത്. അതേപോലെ എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യം എടുത്ത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം, ആരാധനയ്ക്ക്. അന്ന് സവർണരുടെ അമ്പലങ്ങളിൽ കയറാൻ ഇത് ദൂരെ നിന്ന് തൊഴാനുള്ള യോഗമേ മറ്റുള്ള കീഴ്ജാതിക്കാർക്കുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഗുരുദേവൻ അരുവിക്കര ഒരു ശിവക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. അരുവിയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് വന്ന് ഓർക്കുക. ആ പ്രതിഷ്ഠയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഷേപ്പിൽ കൊത്തിയതാണോ?
ശിവന്റെയോ കൃഷ്ണന്റെയോ ഒന്നും രൂപത്തിൽ കൊത്തിയില്ല. ചുമ്മാ വെറും ഒരു കല്ലെടുത്തോണ്ട് വന്നിട്ട് ശിവനാണെന്നും പറഞ്ഞ് പ്രതിഷ്ഠിച്ചു. അപ്പോൾ സവർണജാതിക്കാർ ചോദിച്ചു എന്നാ പറയുന്നത്, ഇത് എന്ത് ശിവനാ ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗുരുദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞു, ഇത് ഈഴവ ശിവനാന്ന് പറഞ്ഞു എന്ന്. അത്രയ്ക്ക് ധൈര്യമുള്ള വ്യക്തിയായിരുന്നു ഗുരുദേവൻ. അങ്ങനെ തിരിച്ചു പറയാൻ, അത് കുറിക്ക് കൊള്ളുന്ന രീതിയിൽ ആ സമയത്ത് മറുപടി പറയാൻ ഗുരുദേവന് കഴിഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കി, ഗുരുദേവന്റെ ആ ഒരു കട്ട്സ് ഇന്നുള്ള ആർക്കെങ്കിലും ഉണ്ടോ? അത് കഴിഞ്ഞ് ഇന്നിപ്പം ഗുരുദേവൻ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 104 വർഷങ്ങൾ കഴിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വർഷമായിട്ട് പോലും എന്തെങ്കിലും ഒരു പുരോഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു വികസനം അല്ലെങ്കിൽ ഗുരുദേവൻ അതുപോലെ ഒരു ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു ഭരണാധികാരികൾക്കും സാധിക്കുന്നില്ല, ആർക്കും സാധിക്കുന്നില്ല. ആ ആദർശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വമ്പൻ ഗുരുദേവൻ ഈഴവ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു സമുദായത്തെ അല്ല കേട്ടോ, അതും കൂടെ മനസ്സിലാക്കി നമ്മൾ വെച്ചേക്കണം. അതായത് ഏത് സമുദായം, മുതിർന്ന സമുദായത്തിലാകട്ടെ താഴേക്കിടയിലുള്ള സമുദായത്തിലാകട്ടെ, അതിൽ താഴെ പോയി കിടക്കുന്ന പാവങ്ങളായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈഴവ സമുദായം എന്നൊരു സമുദായം ഉണ്ടാക്കിയത്. പിന്നീട് അതൊരു ഈഴവ എന്ന് പറയുന്ന ഇതുണ്ടാക്കിയത് പിന്നീട് അതൊരു സമുദായത്തിന്റെ മാത്രമായി അതിനോട് ഗുരുദേവൻ വിയോജിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഗുരുദേവന് അങ്ങനെ ഒരു സമുദായത്തിന്റെ മാത്രമായിട്ട് ഈ SNDP യോഗം അങ്ങ് ചുരുങ്ങിപ്പോയതിനെ ഗുരുദേവൻ എതിർത്തിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതല്ലേ എന്തൊരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഗുരുദേവൻ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അവിടെയും ജാതി തിരിവൊന്നുമില്ല ഗുരുദേവന്. എന്തൊരു അത്ഭുതമായ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ദൈവം അല്ലാണ്ട് പിന്നെ ആരാ അല്ലേ? അതേപോലെ ദൈവദശകത്തിൽ ദൈവത്തെക്കുറിച്ച് ഗുരുദേവൻ പറയുന്നുണ്ട്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നും എന്നും തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആരാണോ നമ്മൾക്ക് വസ്ത്രവും ഭക്ഷണവും തരുന്ന അവരാണ് ദൈവം. എന്താണോ അതാണ് നമ്മുടെ ദൈവം. ഭയങ്കര കാഴ്ചപ്പാടല്ലേ? അതേപോലെ പറഞ്ഞിട്ടുണ്ട്, ശിവഗിരിയിൽ ശാരദാംബേനെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം ഗുരുദേവൻ കൊടുത്തത്. ആദ്യം ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു, പിന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു, മൂന്നാമത് വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ. അതായത് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിവായി നമുക്ക് നല്ല നല്ല വ്യവസായങ്ങൾ എല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും, നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ആ രീതിയിലൊക്കെ നമ്മളൊക്കെ കാഴ്ചപ്പാട് ഭയങ്കരം, എന്ത് ദീർഘവീക്ഷണത്തോടെ ഗുരുദേവൻ അതിനെ കണ്ടിരുന്നതെന്നൊന്ന് ഓർത്ത് നോക്കി. പിന്നെ ഉണ്ട് ചേർത്തല ഒരു അമ്പലത്തിൽ ഈ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. അവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള അർത്ഥത്തിലാണ് ഗുരുദേവൻ അതിനെ പ്രതിഷ്ഠിച്ചത്. അവിടെയും വഴക്കുണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആരാധനയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന രീതിയിൽ രണ്ടു കൂട്ടരും തർക്കം ഉണ്ടായപ്പം ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് അതിൽ നമ്മുടെ പ്രതിബിംബത്തെ കാണാനാണ് ഗുരുദേവൻ പറഞ്ഞത്. നമ്മൾ ഗുരുദേവന് ദൈവം അല്ലാണ്ട് പിന്നെ ആരാ അല്ലേ? ഇങ്ങനെയൊക്കെ ഓർക്കുമ്പോഴാണ് ഈ എന്നാ പറയണേ, ഒരു അഭിമാന ബോധം ഗുരുദേവനെ ഓർക്കുമ്പോൾ. നമ്മൾ ഈ ഗുരുദേവന്റെ ഒരു പാഠപുസ്തകത്തിൽ ഒതുക്കേണ്ടതൊന്നും അല്ല കേട്ടോ ഗുരുദേവന്റെ ഇത്. അതേപോലെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഗുരുദേവൻ തീവണ്ടി യാത്ര ചെയ്യുമ്പം ഒരു നമ്പൂതിരി ഓപ്പോസിറ്റ് വന്നിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഏതാ ജാതി എന്ന് ചോദിച്ചപ്പം ഗുരുദേവൻ പറഞ്ഞു മനുഷ്യജാതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഗുരുദേവൻ എന്നിട്ട് പറഞ്ഞു പട്ടിക്ക് ഒരു പട്ടീനെ കണ്ടാൽ അറിയാം, മനുഷ്യന് മാത്രം ഒരു മനുഷ്യനെ കണ്ടാൽ അറിയത്തില്ല എന്ന്. ശരിയല്ലേ? എല്ലാ ജന്തുക്കൾക്കും എല്ലാ പക്ഷികൾക്കും അതിൻ്റെതായ അതുങ്ങളെ കണ്ടാലറിയാം. പക്ഷെ മനുഷ്യന് മാത്രം മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും ആ അതിർവരമ്പുകൾ വെച്ച് വേർതിരിച്ച് നിർത്തിയേക്കുന്ന കണ്ടില്ലേ? ഇന്നിപ്പോൾ പക്ഷേ ഇന്നത്തെ മക്കളോട് പറഞ്ഞാൽ അതൊന്നും കേൾക്കില്ല കേട്ടോ. ഇന്നത്തെ മക്കള് ഒരു പാത്രത്തിലുണ്ട്, നമ്പൂതിരിയാട്ടെ, നായരാട്ടെ, ഈഴവനാട്ടെ, പുലയനാട്ടെ എല്ലാവരും ഒരു പാത്രത്തിൽ വെച്ച ഉണ്ട കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയുണ്ട് ഈ അരുവിപ്പുറ അമ്പലത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് ഈ ഈഴവ സമുദായത്തിന് പൂജിക്കാനുള്ളത് ഈ മറുത അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇതിനെയൊക്കെയായിരുന്നു പൂജിക്കാനുള്ള അവകാശം ഉണ്ട്. അല്ലാണ്ട് സവർണർ പൂജിക്കുന്ന കൃഷ്ണൻ, ശിവൻ അങ്ങനെയുള്ളതിനൊന്നും പൂജിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത്. മാടൻ, മറുത എന്നൊക്കെ പറയുന്ന സാധനങ്ങളെയായിരുന്നു പൂജിക്കാൻ ഉള്ള ഇതുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കി, മറയ്ക്കാനുള്ള അവകാശമില്ല, ഒരു വസ്ത്രം ധരിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത കാലത്തല്ലേ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തൊരവസ്ഥയല്ലേ?
ആകെ നായന്മാരും ഇതൊക്കെ അനുഭവിച്ചതാട്ടോ. പക്ഷെ അവർക്കുള്ള ആകെ ഒരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പൂതിരിമാർ സംബന്ധത്തിന് വരുമ്പോൾ നായർ സ്ത്രീകളുടെ അടുത്തായിരുന്നു വന്നുകൊണ്ടിരുന്നതെന്നൊരു ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നായന്മാർ ഉന്നത നിലയിൽ ഉള്ളായിരുന്നു. അവരും ഈ തിക്താനുഭവങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയണേ. കഷ്ടമുണ്ട് ശരിക്കും ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സമൂഹത്തിൽ നടന്ന ഉച്ചനീചങ്ങൾക്കെതിരെ ഇത്രയും ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തി ഒന്ന് ഓർത്തു നോക്കി. അതുപോലെ ഡോക്ടർ പൽപ്പു അങ്ങനെയുള്ളവർക്കൊന്നും നമ്മുടെ ഗവൺമെൻറ് ജോലി കൊടുക്കില്ലായിരുന്നു തിരുവിതാംകൂർ ഗവൺമെൻറ്. അവർ താഴ്ന്ന ജാതിക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് അവർ മദ്രാസിലൊക്കെ പോയി ജോലി ചെയ്തെന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കി നമ്മുടെ ഒരു അവസ്ഥ. ആ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയായി. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളോട് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സമുദായം ഉണ്ടായത്. എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ അത് ഒരാ കൂട്ടത്തിൻ്റെ കയ്യിലേക്ക് ആയിപ്പോയതാണ് കുഴപ്പം പറ്റിയത്. അത് വോട്ട് ബാങ്കായി മാറി. ഇപ്പം വോട്ട് ചെയ്യാനുള്ളതും അവരുടെ കാര്യങ്ങൾ നടത്താനുള്ളതും ആ ഒരു എന്നാന്ന് പറയണേ കുറച്ചു പേർക്കുള്ള ഉന്നമനത്തിനുള്ള സാധനവുമായിട്ട് മാറി. അതിന് ഗുരുദേവൻ തന്നെ എതിരായിരുന്നു. അവസാന കാലത്ത് ഗുരുദേവൻ ഈ യോഗത്തിൻ്റെ പേരിൽ വിഷമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ യോഗം ഉണ്ടാക്കിയത് ഗുരുദേവനാണെങ്കിലും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഉണ്ടാക്കിയെങ്കിലും ഗുരുദേവൻ അവസാനം ഒരു ജാതിയെ തന്നെ അതിനകത്തേക്ക് ആക്കി എന്നുള്ള ഒരു വിഷമവും കൂടെ ഗുരുദേവൻ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിന് മാനസികമായിട്ട് അവസാന കാലത്ത് ഗുരുദേവൻ വിഷമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ മതത്തിലെയും കീഴെ കിടക്കുന്നവരെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ സാധനമെന്നാണ് പറയുന്നത്. എല്ലാ ജാതിയിലും, അത് സവർണരാകട്ടെ തീരെ അധകൃതരാകട്ടെ ആരുമാകട്ടെ അവരെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയതാണ് ഈ സംഘം എന്ന് പറയുന്നത്, ഈ ശ്രീനാരായണ പരിപാലന യോഗം എന്ന് പറയുന്നത്. അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് നോക്കി ഇത്രയും മഹാനായൊരു വ്യക്തിയാണ്. ഇപ്പം ഓരോ ഗുരുമന്ദിരങ്ങളൊക്കെ കാണുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ കാൽക്ക വീണ് നമസ്കരിക്കാറുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇങ്ങനെ ഗുരുമന്ദിരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. അത് വെങ്കലത്തിലും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടല്ല കാര്യം, ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുക. SNDP എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉന്നമനത്തിന്, ജനങ്ങളുടെ സമുദായത്തിൻ്റെ അല്ല, ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു സമുദായത്തിൻ്റെതിനല്ല അത് സ്ഥാപിച്ചേക്കണത്. അത് അടുത്തുള്ള തലമുറയ്ക്കും കൂടെ എന്തെങ്കിലും ഗുണം കിട്ടുന്ന രീതി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഘടനയായി മാറുക. മറ്റുള്ളവർക്കും കൂടെ ഒരു ആ ഗുണഗണങ്ങൾ, അതിൻ്റെ എന്താ പറയണേ, നല്ല ഫണ്ടൊക്കെ വരുന്ന നല്ല ഈ ശിവഗിരിയിലൊക്കെ ചെന്ന് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അതിനെയൊക്കെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് ഗുരുദേവനെ കുറിച്ച് പറയാൻ എൻ്റെ മനസ്സിൽ തോന്നി. ഞാനും അഭിമാനിക്കുന്നു, ഞാനും ആ സമുദായത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് ഉദാഹരണമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടന്നപ്പോഴേ SNDPയിൽ അവരുടെ പൈസ കൃത്യമായിട്ട് അടച്ചില്ല, മാസം ഉള്ള അടച്ചില്ല എന്ന് പറഞ്ഞ് ചീട്ട് തരാണ്ടിരുന്ന സംഭവങ്ങളും കൂടെ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത്. അതേപോലെ എൻ്റെ അച്ഛൻ മരിച്ചപ്പം രാമായണം വായിക്കണമെങ്കിൽ SNDP എന്ന് വന്നേ വായിക്കുള്ളൂ എന്ന് പറയും. ഇത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയണം കേട്ടോ. SNDP എന്ന് വന്ന് പറഞ്ഞാലേ അവർ രാമായണം വായിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വിളിച്ച് ചോദിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുടിശ്ശിയുണ്ട്, ആ പൈസ അടയ്ക്കാത്തതുകൊണ്ട് വന്ന് രാമായണം വായിക്കില്ല എന്ന് പറഞ്ഞു. ഒരവസ്ഥ പോണ പോക്ക് കാണണം കേട്ടോ. അവസാനം അവിടെ ഒരാൾ വായിക്കാമെന്ന് പറഞ്ഞ് അയാൾ SNDPയിൽ പൈസയും കൊടുക്കാൻ പോയില്ല, ഒന്നുമില്ല. ഒരാൾ വന്ന് അവസാനം അവിടെ വന്ന് രാമായണം വായിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ അച്ഛൻ്റെ സംസ്കാരം എല്ലാം നടക്കുകയും ചെയ്തു. ഇതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ പ്രസ്ഥാനം എവിടം വരെ നിൽക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു സമുദായത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇരിക്കേണ്ടത്? എൻ്റെ ഒരു ചോദ്യം അതൊക്കെ ഉള്ളൂ. ഇങ്ങനെയുള്ള നിയമങ്ങളും ഇങ്ങനെയുള്ള ഇതുമൊക്കെ എടുത്തു കളയുക. ഈ പണപ്പിരിവിന് വേണ്ടിയിട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ എടുത്തു കളയുക. സമുദായത്തിന് നന്നാക്കാനാണെങ്കിൽ അവരെ ഇടയ്ക്ക് വന്ന് പൈസ ചോദിച്ചോളുക. വലിയ തുക, അവർ കല്യാണം നടത്തണമെങ്കിൽ ഒരു ചീട്ട് കൊടുക്കണമെങ്കിൽ വലിയൊരു തുകയാണ് ചോദിക്കുന്നത്. 10,000 15,000 രൂപയൊക്കെയാണ്. കുടിശ്ശികയുണ്ട്, ഇത്ര വർഷത്തെ കുടിശ്ശികയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കി. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ഗുരുദേവൻ്റെ ആദർശമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയത്. കാരണം ഗുരുദേവൻ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്തൊരു മഹാനായ വ്യക്തിയായിരുന്നു നമ്മൾ ചിന്തിച്ചു. ഈ സമുദായത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, വോട്ടിന് വേണ്ടി മാത്രം, അവരവരുടെ വയറ്റിപ്പിഴപ്പിന് മാത്രം ജീവിക്കുന്നതായിട്ട് തോന്നും. അപ്പം ഇത് പറഞ്ഞു പോയിന്നേ ഉള്ളൂ.